ഹലോ എവരിവൺ, കോർപ്പറേറ്റ് റിലേഷൻസിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ട്രാൻസ്ഫർ ഓഫ് ഷെയർസും ട്രാൻസ്മിഷൻ ഓഫ് ഷെയർസുമായിരുന്നു പറഞ്ഞിരുന്നത് അല്ലേ. ആ ഭാഗങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ അടുത്ത ഏരിയയിലേക്ക് പോവാണ്, ലീൻ ഓൺ ഷെയർസ്. നിങ്ങൾ കേട്ടിട്ടുള്ള ടേം ആയിരിക്കും, നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം അല്ലേ. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് അടക്കാം. ഓക്കെ, ലീൻ ഓൺ ഷെയർസ്. എന്താണ് ലീൻ? ഈ ടേം മുന്നേ കേട്ടിട്ടുണ്ടോ? ലീൻ എന്ന് പറയുന്നത് പിടിച്ചു വയ്ക്കാൻ അല്ലെങ്കിൽ കൈവശം വയ്ക്കാനുള്ള ഒരു അധികാരമാണ്. അപ്പം ഇവിടെ ലീൻ ഓൺ ഷെയർ എന്ന് പറയുന്നത് ഷെയർസിന് പിടിച്ചു വെക്കാനുള്ളൊരു റൈറ്റാണ്. ഈ റൈറ്റ് ഉള്ളത് കമ്പനിക്കാണ്. ഷെയർസ് നമ്മൾ ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിനാണ് അല്ലേ. ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് ക്യാഷ് കളക്ട് ചെയ്യുന്നത് പല തവണകളിലായിട്ടാണ്. ഓരോരോ കോൾ എമൗണ്ട് നമ്മളിങ്ങനെ കളക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. സോ കമ്പനീനെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് ഷെയർ ഹോൾഡർ എന്ന് പറയുന്ന വ്യക്തി ഡെപ്റ്ററാണ്. കമ്പനിക്ക് കടം കൊടുക്കാനുള്ള വ്യക്തിയാണല്ലേ. കമ്പനീൻ്റെ ഷെയർസ് അവർക്ക് ഇഷ്യൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതിന് പകരമായിട്ട് അവരെന്ത് ചെയ്യണം? കമ്പനിക്ക് ക്യാഷ് കൊടുക്കാനുണ്ട്. അപ്പോൾ എന്നാണോ ഒരു വ്യക്തി ക്യാഷ് അടച്ചു തീരുന്നത് അന്നായിരിക്കും ആ ഒരു ഷെയർ അയാളുടെ കയ്യിലാവുക അല്ലേ. അപ്പോൾ അതിന് മുന്നേ ആ ഷെയറിൻ്റെ ഓണർ എന്ന് പറയുന്നത് ശരിക്കും കമ്പനി തന്നെയായിരിക്കും. സോ കമ്പനിക്ക് ഷെയർസിന് ഇത്തരത്തിൽ പിടിച്ചു വെക്കാനുള്ള അല്ലെങ്കിൽ കൈവശം വെക്കാനുള്ളൊരു അധികാരമുണ്ട്. ഇതിനെയാണ് ലീൻ ഓൺ ഷെയർസ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കമ്പനീസ് ആക്റ്റിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും സ്റ്റേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ തീർച്ചയായിട്ടും കമ്പനിക്ക് ഇത്തരത്തിൽ ലീൻ റൈറ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പം ഡെപ്റ്റ് ക്ലിയർ ചെയ്യുന്നത് വരെ ആ ഷെയർസിന് കൈവശം വെക്കാനുള്ളൊരു അധികാരം കമ്പനിക്ക് ഉണ്ടായിരിക്കും. ആ അധികാരത്തിനെയാണ് നമ്മൾ ലീൻ ഓൺ ഷെയർസ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലീൻ എന്ന് പറയുന്നത് റൈറ്റ് ടു റീറ്റെയിൻ ദ പൊസിഷൻ ഓഫ് എ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, മെയിനായിട്ടും ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് തടയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഫുള്ളി പെയ്ഡപ്പ് ആവാത്ത ഷെയറിനെ ഷെയർ ഹോൾഡേഴ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഈ ഒരു ലീൻ എംപവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ലീൻ നടപ്പിലാക്കുന്നത്. സോ കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ കമ്പനിക്ക് ഇത്തരത്തിൽ ലീന് നടപ്പാക്കാനുള്ള അല്ലെങ്കിൽ ഷെയർസ് കൈവശം വയ്ക്കാനുള്ള അധികാരമുണ്ടോ എന്നുള്ളതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. എഗെയിൻ, ബിഫോർ ദ ഷെയർസ് ആർ ഡിസ്പോസ്ഡ് ഓഫ് ഓർ സോൾഡ് ദ ഷെയർ ഹോൾഡേഴ്സ് കൺസേൺ മസ്റ്റ് ബി ഗിവൺ എ നോട്ടീസ് ഓഫ് 14 days ഇൻഫോമിംഗ് ഹിം ദ എമൗണ്ട് ഡ്യൂ ഫ്രം ഹിം ആൻഡ് ഡിക്ലെയറിംഗ് ദ ഇൻറ്റൻഷൻ ഓഫ് ദ കമ്പനി ടു സെൽ ഹിസ് ഷെയർസ് ഇൻ കേസ് ഓഫ് ഡെപ്റ്റ് ഇസ് നോട്ട് ക്ലിയർഡ് ബിഫോർ എ സ്പെസിഫൈഡ് ഡേറ്റ്. ഇപ്പോൾ കോൾ എമൗണ്ട്സ് ഒന്നും അടയ്ക്കാത്തൊരു ഷെയർ ഹോൾഡറിനെ സംബന്ധിച്ചിടത്തോളം അതിങ്ങനെ അവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് ഒരുപാട് എമൗണ്ട് കിടക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ കമ്പനി എന്ത് ചെയ്യാണ്? ആദ്യം തന്നെ ഈ ഒരു ഷെയർ ഹോൾഡർക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കണം. ഒരു 14 days സമയം അനുവദിച്ച് കൊടുക്കണം. ആ 14 daysനുള്ളിൽ അയാൾ ആ ഒരു ഡെപ്റ്റ് ക്ലിയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ഷെയർസ് സെല് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കാണിക്കുന്ന ഒരു നോട്ടീസ് ആദ്യം ഷെയർ ഹോൾഡർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇൻ കേസ് ആ 14 daysനുള്ളിൽ ഡെപ്റ്റ് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ കമ്പനിക്ക് എന്ത് ചെയ്യാം? കമ്പനിയുടെ ഷെയറിനെ സെയിൽ ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, അപ്പം ലീൻ ഓഫ് ഷെയർസ് എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമാണ്. കമ്പനീൻ്റെ ഷെയർസ് ഷെയർ ഹോൾഡേഴ്സ് പേ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഷെയർസിന് കൈവശം വയ്ക്കാനുള്ള അധികാരം കമ്പനിക്കായിരിക്കും. ഇനി 2 കേസിൽ ലീന് നടപ്പാവില്ല എന്ന് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് കേസ് ഇതാണ്: ദ ഷെയർ ഹോൾഡർ പ്ലഡ്ജസ് ഹിസ് ഷെയർസ് ടു എ തേർഡ് പാർട്ടി ആസ് എ സെക്യൂരിറ്റി ഫോർ എ ലോൺ ആൻഡ് ദ കമ്പനി ഹാസ് നോട്ടീസ് ഓഫ് ഇറ്റ്. ഇപ്പോൾ ഷെയർ ഹോൾഡർ എന്ത് ചെയ്യാണ്? ആ ഒരു സെക്യൂരിറ്റിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഷെയറിനെ പ്ലഡ്ജ് ചെയ്തിട്ട് ഇപ്പോൾ ലോൺ എടുക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിക്കുക. കമ്പനി അതിനെ നോട്ടീസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ആ ഷെയറിൻ്റെ മേലെ ലീന് നടത്താനുള്ള അധികാരം കമ്പനിക്കില്ല. ഓക്കെ, അപ്പം തേർഡ് പാർട്ടിക്ക് ഷെയറിനെ പ്ലഡ്ജ് ചെയ്തും കൊണ്ട് ഷെയർ ഹോൾഡർ എന്ത് ചെയ്തു? ലോൺ എടുത്തു. ആ ലോണിന് ഈ ഒരു കമ്പനി സാക്ഷ്യം നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ പിന്നെ ഷെയറിന് ലീൻ ചെയ്യാനുള്ള അധികാരം കമ്പനിക്ക് ഉണ്ടാവില്ല. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ് ഇതാണ്: കമ്പനി രജിസ്റ്റർ ദ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് വിച്ച് ഹാസ് സബ്ജക്റ്റ് ടു ലീൻ ബൈ ദ കമ്പനി. കമ്പനി ലീൻ ചെയ്യാൻ പോകുന്ന ഷെയർസിനെ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് രജിസ്റ്റർ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷെയർ ട്രാൻസ്ഫറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമ്പനി ഇടപെട്ടിട്ട് നടത്തിയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണല്ലോ. അതുകൊണ്ട് തന്നെ പിന്നെ ഷെയറിനെ ലീൻ ചെയ്യാനുള്ള അധികാരവും കമ്പനിക്കില്ല. ഓക്കെ, അപ്പം ലീൻ 2 കേസിലാണ് നടക്കാത്തത്. ഒന്ന്, ഷെയർ പ്ലഡ്ജ് ചെയ്തിട്ട് അയാൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, ഷെയർ ഹോൾഡർ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഷെയർ ട്രാൻസ്ഫറിന് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ 2 കേസുകളിലും ഷെയറിൻ്റെ ലീനെ നടപ്പാക്കാൻ യാതൊരുവിധ സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ ഈ ടേം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനി ചോദിക്കാം കേട്ടോ. ഇനി അടുത്ത ടൈറ്റിലേക്ക് പോവാം: പണിഷ്മെൻറ്റ് ഫോർ പേഴ്സണേഷൻ ഓഫ് ഷെയർ ഹോൾഡർ. കമ്പനീസ് ആക്റ്റിൽ സെക്ഷൻ 57 പറയുന്നൊരു കാര്യമാണ് പേഴ്സണേഷൻ ഓഫ് ഷെയർ ഹോൾഡർ. ഇപ്പോൾ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഷെയർ ഹോൾഡർ അല്ലാത്തൊരു വ്യക്തി കമ്പനിയുടെ ഓണർ ആണെന്നോ അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആളാണെന്നോ കയ്യിൽ ഷെയർ വാറൻറ്റ് ഉണ്ടെന്നോ ഷെയർ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു തരത്തിലുള്ള റിലേഷൻ, ഇപ്പോൾ ഓണർഷിപ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇല്ലാത്തൊരു കാര്യത്തിനെ കെട്ടിച്ചമയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് പേഴ്സണേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
പേഴ്സണേഷൻ എന്ന് പറയുന്നത് പണിഷബിൾ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പം അത്തരത്തിൽ ഇപ്പോൾ ഷെയർ ഹോൾഡ് ചെയ്യാത്തൊരു വ്യക്തിനെ ഷെയർ ഹോൾഡറായിട്ട് കമ്പനി അംഗീകരിക്കില്ല അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഇല്ലാത്തൊരു ഓണർഷിപ്പിനെ കെട്ടിച്ചമയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കേസിൽ അത് പണിഷബിൾ ആയിട്ടുള്ളൊരു ഒഫൻസാണ്. 1 വർഷം മുതൽ 3 വർഷം വരെ തടവ് ശിക്ഷയും അതുപോലെ തന്നെ 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെ പിഴ അടയ്ക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ പേഴ്സണേഷൻ എന്ന് പറയുന്ന ടേം ഇത്രയേ ഉള്ളൂ. ഷെയർ ഹോൾഡർ, ഇപ്പോൾ കമ്പനിയുടെ ഷെയർ ഹോൾഡർ അല്ലാത്തൊരു വ്യക്തി മനഃപൂർവ്വം, ഇപ്പോൾ അയാൾ ഓണർ ആണെന്നോ അല്ലെങ്കിൽ കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആണെന്നോ ഇപ്പോൾ കമ്പനിയിൽ ഷെയർസ് വാങ്ങിയിട്ടുള്ള വ്യക്തിയാണെന്നോ കയ്യിൽ ഷെയർ വാറണ്ട് ഉണ്ടോ എന്നൊക്കെ കെട്ടിച്ചമയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് പേഴ്സണേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ അത് ഇല്ലീഗൽ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി ആണെന്നാണ് പറയുന്നത്. അടുത്ത ടൈറ്റിൽ നോക്കാം, റൈറ്റ് ടു നോമിനേറ്റ്. ഇതൊക്കെ ഷെയർ ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ, ചെറിയ ചെറിയ ടൈറ്റിൽസ് ആണ്. അപ്പോൾ ഇതിൽ പറയുന്നത് നോമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഷെയർ ഹോൾഡർക്ക് ഒരു നോമിനിയെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ കേസ് ആ ഷെയർ ഹോൾഡർ മരിച്ചുപോയി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഷെയർ ഹോൾഡറിൻ്റെ ഷെയർ മറ്റൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യണം ഷെയർ ഹോൾഡർ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ നോമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ കമ്പനീസ് ആക്റ്റിൽ 72ാമത്തെ സെക്ഷനിലാണ് ഈ ഒരു കാര്യം പറയുന്നത്. അപ്പം ഏതൊരു സെക്യൂരിറ്റി ഹോൾഡർ ആയാലും അയാൾക്ക് ഒരു വ്യക്തിയെ നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അയാൾക്ക് ഡെത്ത് സംഭവിക്കുന്ന ഇവൻറ്റിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ അയാളുടെ ഷെയർ മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് ഈ ഒരു നോമിനേഷനിലൂടെ കിട്ടുന്നുണ്ട്. സോ ഈ ഒരു ഷെയറിൻ്റെ നോമിനേഷൻ നടത്തേണ്ടത് പ്രിസ്ക്രൈബ്ഡ് ഫോമാറ്റിലായിരിക്കണം. അത് 2014 റൂൾസ് പ്രകാരം റൂൾ 19 ഫോമിലായിരിക്കണം ഈ ഒരു നോമിനേഷൻ തയ്യാറാക്കേണ്ടത്. ഇൻ ദ കേസ് ഓഫ് സെക്യൂരിറ്റീസ് ഹെൽഡ് ബൈ മോർ ദാൻ 1 person ജോയിൻലി, ജോയിൻറ്റ് ഹോൾഡർ മേ ടുഗദർ നോമിനേറ്റ് എനി പേഴ്സൺ. ഇപ്പം ജോയിൻറ്റ് ഷെയർ ഹോൾഡേഴ്സ് ആണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ജോയിൻറ്റ് ഷെയർ ഹോൾഡേഴ്സ് ആണല്ലേ, ഒന്നിലധികം ആൾക്കാർ ഷെയർസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കേസിൽ അവർക്ക് കൂട്ടായിട്ടോ അല്ലെങ്കിൽ അയാളെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിക്കൊക്കെ വേണമെങ്കിൽ നോമിനേഷൻ വെക്കാവുന്നതാണ്. Then when a nomination is created, nominee shall on the death the holder of securities become entitled to all the rights in the securities to the exclusion of other person unless the nomination is varied or cancelled in the prescribed manner. നോമിനേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഷെയർ ഹോൾഡർ മരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഷെയറുമായിട്ട് ഇയാൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ് കിട്ടിയിരുന്നോ അതൊക്കെ ഈ ഒരു നോമിനിക്ക് കിട്ടും. ഇനി നോമിനി ഒരു മൈനർ ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഷെയർ ഹോൾഡർ ഇപ്പോൾ അയാളുടെ മക്കളെയൊക്കെയാണ് ചിലപ്പോൾ നോമിനേറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. അതൊരു 18 വയസ്സ് തികയാത്തൊരു മൈനർ ചൈൽഡ് ആണെന്ന് വിചാരിക്കുക. ആ ഒരു കേസിൽ ഒരു മൈനറെയാണ് ഷെയർ ഹോൾഡർ നോമിനി ആയിട്ട് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മേജർ ആയിട്ടുള്ള എന്ന് വെച്ചാൽ 18 വയസ്സ് തികഞ്ഞിട്ടുള്ള മറ്റൊരു വ്യക്തിയെയും നോമിനി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഈ ഒരു മൈനോറിറ്റി പീരീഡിൽ ഈ ഒരു മൈനർ ചൈൽഡ് മരിച്ചു പോകുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷെയറിൻ്റെ നോമിനേഷൻ കിട്ടത്തക്ക രീതിയിൽ മറ്റൊരു പേഴ്സണെയും കൂടി അപ്പോയിൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, then a nomination may be cancelled or varied by nominating any other person in place of the present nominee by the holder of security who has made the nomination by giving a notice to the company in the prescribed form. ഇവിടെ പറയുന്നത് ഷെയർ ഹോൾഡർ അപ്പോയിൻറ്റ് ചെയ്യുന്ന അയാൾക്ക് ചേഞ്ച് ആക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു വ്യക്തിയെ നോമിനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം ഒരു നോട്ടീസിലൂടെ കമ്പനീനെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ എ സ്റ്റിപ്പുലേറ്റഡ് പീരീഡ് ഓഫ് ടൈം ആ ഒരു നോമിനേഷൻ്റെ ക്യാൻസലേഷൻ നടക്കുന്നതാണ്. അപ്പം ഷെയർ ഹോൾഡർ അപ്പോയിൻറ്റ് ചെയ്യുന്ന വ്യക്തിക്കാണല്ലേ നോമിനേഷൻ കിട്ടുക, അല്ലെങ്കിൽ അയാളാണ് നോമിനി ആവുക. നിലവിലുള്ളൊരു നോമിനീനെ മാറ്റി വേറൊരു വ്യക്തിയെ നോമിനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കമ്പനിയെ ഒരു പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റിലൂടെ ഒരു നോട്ടീസിലൂടെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി അതിലിടപെട്ടിട്ട് നിലവിലുള്ള നോമിനേഷൻ ക്യാൻസൽ ചെയ്തിട്ട് പുതിയ വ്യക്തിയെ നോമിനിയായിട്ട് അപ്പോയിൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പം നോമിനേഷൻ എന്ന് പറയുന്നത് ഒരു ഷെയർ ഹോൾഡർ മരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അയാൾക്ക് ഡെത്ത് സംഭവിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ അയാൾ ഹോൾഡ് ചെയ്യുന്ന ഷെയർസിനെ മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അധികാരം കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് നോമിനേഷൻ. ഓക്കെ, അപ്പം നോമിനേഷൻ നടത്തുന്നത് മൈനർ ചൈൽഡിൻ്റെ കേസിലാണെങ്കിൽ മൈനർ അല്ലാത്ത മറ്റൊരു വ്യക്തിയെ കൂടി നോമിനേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നോമിനേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയെ ചേഞ്ച് ആക്കാൻ കമ്പനിക്ക് നോട്ടീസ് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ജോയിൻറ്റ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കേസിൽ അവർക്ക് ജോയിൻ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും, ഒരാളെ നോമിനേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നോമിനേഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനിയുള്ളത് ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് മെമ്പേഴ്സാണ്. ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. നമുക്കറിയാം ഷെയർ ഹോൾഡർ ആരാന്നല്ലേ, കമ്പനിയിലെ ഷെയർസ് വാങ്ങിയിട്ടുള്ള വ്യക്തിനെയാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. മെമ്പേഴ്സ് എന്ന് പറയുന്നത് കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിനെ നമ്മൾ മെമ്പേഴ്സ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ രണ്ട് വേർഡ്സും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് ആക്ച്വലി കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസിനെ വാങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. ഇനി ചില കമ്പനികൾക്ക് ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവില്ല അല്ലേ, അവർ ഇഷ്യൂ നടത്തിയിട്ടുണ്ടായിരിക്കില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടായിരിക്കില്ല, പക്ഷേ അവർക്ക് മെമ്പേഴ്സ് ഉണ്ടായിരിക്കും.
ഓക്കെ, അപ്പോൾ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് നിശ്ചിത എണ്ണം ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ മെമ്പർ എന്ന് പറയുന്നത് അങ്ങനെയല്ല, ഷെയർസ് വാങ്ങിക്കോളണമെന്ന് നിർബന്ധമില്ല അല്ലേ. കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 55 പ്രകാരം ഒരു മെമ്പർ ആരാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ, ദ സബ്സ്ക്രൈബർ ടു ദ മെമ്മറാണ്ടം ഓഫ് ദ കമ്പനി. മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതിൽ സൈൻ ചെയ്യുന്ന വ്യക്തികൾ കമ്പനിയുടെ മെമ്പറാണ്. അല്ലെങ്കിൽ സബ്സ്ക്രൈബർ ടു ദ മെമ്മറാണ്ടത്തിന് നമ്മൾ മെമ്പേഴ്സ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇനി ആരൊക്കെയാണ് മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്യുക? എല്ലാ ഷെയർ ഹോൾഡേഴ്സും മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ടല്ലേ. കമ്പനിയുടെ ഒരു ഷെയറെങ്കിലും മിനിമം ഹോൾഡ് ചെയ്യുന്നൊരു വ്യക്തി സബ്സ്ക്രൈബർ ടു ദ മെമ്മറാണ്ടമാണ്. ഇൻ കേസ് ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് അതിൽ സൈൻ ചെയ്യുന്നുണ്ടായിരിക്കും, ഡയറക്ടേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവരെയാണ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ടു ദി മെമ്മറാണ്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കമ്പനിയുടെ ഒരു മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ സമയത്ത് മെമ്പറായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം, കമ്പനിയുടെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ സെക്കൻഡ് വൺ, എവരി അതർ പേഴ്സൺ ഹു എഗ്രീസ് ഇൻ റൈറ്റിംഗ് ടു ബിക്കം എ മെമ്പർ ഓഫ് ദ കമ്പനി. കമ്പനിയിലെ മെമ്പറാവാൻ താല്പര്യമുണ്ട് എന്ന് എഴുതി കൊടുത്തിട്ടുള്ളൊരു വ്യക്തി. ഇപ്പം ഞാൻ കമ്പനിയുടെ ഒരു മെമ്പറാണ്, അല്ലെങ്കിൽ കമ്പനിയിലെ ഒരു ഭാഗമാവാനായിട്ട് എനിക്ക് താല്പര്യമുണ്ട് എന്നുള്ളത് എഴുതി കൊടുത്തിട്ടുള്ള, എഗ്രി ചെയ്തിട്ടുള്ള, സമ്മതിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്താണ്? കമ്പനിയുടെ മെമ്പറാണ്. അതുപോലെ തന്നെ അത്തരം വ്യക്തികളെ കമ്പനിയുടെ രജിസ്റ്ററിൽ അവരുടെ പേര് എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും കമ്പനിയുടെ മെമ്പേഴ്സാണ്. ദെൻ ലാസ്റ്റ് വൺ, എവരി പേഴ്സൺ ഹോൾഡിംഗ് ഷെയർസ് ഓഫ് ദ കമ്പനി ഹൂസ് നെയിം ഈസ് എൻറ്റേർഡ് ആസ് എ ബെനഫിഷ്യൽ ഓണർ ഇൻ ദ റെക്കോർഡ് ഓഫ് എ ഡെപ്പോസിറ്ററി. അപ്പോൾ ഇവിടെ പറയുന്നത് കമ്പനിയിലെ ഷെയർസ് വാങ്ങിയിട്ടുള്ള വ്യക്തികൾ കമ്പനിയുടെ മെമ്പറാണ്. അതുപോലെ തന്നെ ഡെപ്പോസിറ്ററിൻ്റെ റെക്കോർഡ് പ്രകാരം ബെനഫിഷ്യറി ലിസ്റ്റിൽ വന്നിട്ടുള്ള ആൾക്കാരും കമ്പനിയുടെ മെമ്പറാണ്. അപ്പം കമ്പനിയുടെ മെമ്മറാണ്ടത്തിൽ സൈൻ ചെയ്തിട്ടുള്ളവർ, പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ, അതുപോലെ തന്നെ കമ്പനിയിൽ റിട്ടേൺ എഗ്രിമെൻറ്റ് കമ്പനിയുടെ മെമ്പറാണെന്ന് കാണിച്ചുകൊണ്ട് കൊടുത്തിട്ടുള്ളവർ, അതുപോലെ തന്നെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ്, ഇവരൊക്കെ കമ്പനിയുടെ മെമ്പേഴ്സാണ്. ഓക്കെ, ഇനി ദ ഫോളോയിങ് ആർ ദ മോഡ് ഓഫ് അക്വിസിഷൻ ഓഫ് ദ മെമ്പർഷിപ്പ് ഇൻ എ കമ്പനി. എങ്ങനെയൊക്കെയാണ് കമ്പനിയിൽ മെമ്പർഷിപ്പ് നേടാൻ സാധിക്കുക? ഒന്ന്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, മെമ്മറാണ്ടം സബ്സ്ക്രൈബ് ചെയ്തിട്ട്. നമ്മൾ പറഞ്ഞു സബ്സ്ക്രൈബേഴ്സ് ടു ദ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷൻ ആർ എഗ്രീഡ് ടു ബിക്കം ദ മെമ്പർ ഓഫ് ദ കമ്പനി ത്രൂ ദ പ്രോസസ് ഓഫ് സബ്സ്ക്രൈബിംഗ് പ്രൊസീജിയർ. സോ ഷെയർ വാങ്ങിയിട്ടുള്ളവരൊക്കെ മെമ്മറാണ്ടത്തിൽ സബ്സ്ക്രൈബേഴ്സ് ആണല്ലേ. അപ്പോൾ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെയും നമ്മൾ സബ്സ്ക്രൈബർ എന്ന് പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഷെയർ വാങ്ങിയിട്ടുള്ള വ്യക്തികൾ സബ്സ്ക്രൈബർ ടു ദ മെമ്മറാണ്ടമാണ്, അവരെന്താണ്? കമ്പനിയിലെ മെമ്പറാണ്. അങ്ങനെ കമ്പനിയിൽ നമുക്ക് മെമ്പർഷിപ്പ് നേടിയെടുക്കാം. രണ്ടാമത്തത് ബൈ അലോട്ട്മെൻ്റ് ആണ്. കമ്പനിയിലെ ഷെയർ വാങ്ങാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള എല്ലാ പേഴ്സൺസും, അതുപോലെ തന്നെ അവരെ പേര് കമ്പനിയിൽ രജിസ്റ്ററിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കമ്പനിയിലെ മെമ്പേഴ്സാണ് അല്ലേ. ദെൻ ബൈ ട്രാൻസ്ഫർ, നമ്മൾ പറഞ്ഞിരുന്നു പബ്ലിക് കമ്പനി ആണെങ്കിൽ അതിൻ്റെ ഷെയർസൊക്കെ ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. അതുപോലെ തന്നെ കമ്പനീൻ്റെ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുള്ള ഷെയറിൻ്റെ ട്രാൻസ്ഫറി ആ വ്യക്തിയെ പിന്നീട് നമ്മൾ കണക്കാക്കുന്നത് കമ്പനിയുടെ മെമ്പറായിട്ടായിരിക്കും. ദെൻ ബൈ ട്രാൻസ്മിഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. ഒരു പ്രത്യേക ഇവൻറ്റ് നടക്കുമ്പോൾ മാത്രമാണ് ഷെയറിൻ്റെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇപ്പോൾ ഷെയർ ഹോൾഡർ മരിച്ചു പോവേ, അല്ലെങ്കിൽ അയാൾക്ക് അൺസൗണ്ട് മൈൻഡ് ആവേ, അല്ലെങ്കിൽ എന്തെങ്കിലും മെൻ്റലി എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവേ, ഒക്കെ സംഭവിക്കുന്ന കേസുകളിലാണ്, ഇൻസോൾവെൻ്റ് ആവുകയൊക്കെ ചെയ്യുന്ന കേസുകളിലാണ് നമ്മൾ ഷെയറിൻ്റെ ട്രാൻസ്മിഷൻ നടത്തുന്നത് അല്ലേ. അപ്പോൾ ഇത് കമ്പനി ഇടപെട്ടിട്ടാണ് ഷെയർ ട്രാൻസ്മിഷൻ നടത്തുന്നതെന്ന് പറയാം. അപ്പോൾ ഇവിടെ അങ്ങനെ ഷെയർ ട്രാൻസ്മിറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ കമ്പനിയുടെ മെമ്പറായിട്ടാണ് കണക്കാക്കുക. അപ്പം കമ്പനിയിലെ മെമ്പർഷിപ്പ് നേടാൻ വേണ്ടിയിട്ടൊന്ന് മെമ്പറാണ്ടത്തിന് സബ്സ്ക്രൈബർ ആവുക, അല്ലെങ്കിൽ കമ്പനിയിൽ നിന്ന് ഷെയർ അലോട്ട് ചെയ്ത് വാങ്ങിയിട്ടുള്ള വ്യക്തി ആവുക, അല്ലെങ്കിൽ ഷെയർ ട്രാൻസ്ഫറിലൂടെ ഷെയർ കിട്ടിയിട്ടുള്ള വ്യക്തി ആവുക, അതും അല്ലെങ്കിൽ ട്രാൻസ്മിഷനിലൂടെ ഷെയർ കിട്ടിയിട്ടുള്ള വ്യക്തി ആവുക. ഓക്കെ, ഇത്രയും ആൾക്കാരെ നമ്മൾ കമ്പനിയിലെ മെമ്പേഴ്സൊക്കെ ആയിട്ടാണ് കണക്കാക്കുക. ഇനി അടുത്ത ടൈറ്റിലേക്ക് പോവാം. ഹൂ മേ ബി എ മെമ്പർ. ആർക്കൊക്കെയാണ് കമ്പനിയിലെ മെമ്പർ ആവാൻ പറ്റുക? ഫസ്റ്റ് വൺ, മൈനർ എന്ന് പറയുന്നത് മേജർ അല്ലാത്തവരാണല്ലേ, എന്ന് വെച്ചാൽ 18 വയസ്സ് പൂർത്തിയാവാത്തവരാണ്. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം ഒരു മൈനറുമായിട്ട് എൻട്രി ചെയ്യുന്ന കോൺട്രാക്റ്റ് ഒന്നും ലീഗൽ വാലിഡിറ്റി ഇല്ലാത്ത കോൺട്രാക്റ്റുകളായിരിക്കും. ഓക്കെ, സോ അവർക്ക് കമ്പനിയിലെ മെമ്പേഴ്സ് ആവാനും സാധിക്കില്ല. പക്ഷേ മൈനർക്ക് കമ്പനിയിലെ ഷെയറിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കമ്പനിക്ക് ഷെയർസ് മൈനറിന് അലോട്ട് ചെയ്ത് കൊടുക്കാനും സാധിക്കും. സോ അതുകൊണ്ട് തന്നെ മൈനറുടെ പേര് കമ്പനിയിലെ രജിസ്റ്ററിൽ എൻ്റർ ചെയ്യും. ഇൻ കേസ് അയാൾ മേജർ ആവുന്ന സമയത്ത് അയാൾക്ക് തോന്നുകയാണ് ഷെയർസ് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ ആ ഷെയർസിനെ നിരസിക്കാനുള്ളൊരു അധികാരവും ഈ ഒരു മൈനർ ചൈൽഡിനുണ്ട്. ഓക്കെ, സോ ഇഫ് ഹി ഫെയിൽസ് ടു ഡു സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ദാറ്റ് ഹി ഹാസ് അക്സെപ്റ്റഡ് ദ പൊസിഷൻ. അപ്പോൾ മൈനർ ചൈൽഡ് ഷെയർ വാങ്ങിയിട്ടുള്ള മൈനർ മേജറായി 18 വയസ്സ് പൂർത്തിയാക്കുമ്പം അയാൾക്ക് ആ ഷെയർ വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ അതിനെ നിരസിക്കാം. ഇപ്പം അയാൾ അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഷെയർസ് അയാൾക്ക് വേണം, അയാളെ ഒരു ഷെയർ ഹോൾഡർ ആയിട്ടാണ് പിന്നെ കൺസിഡർ ചെയ്യാം. ദെൻ അടുത്തത് കമ്പനി. ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആവാനുള്ള റൈറ്റ് ഉണ്ട്.
ഇപ്പോൾ കമ്പനി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് അല്ലേ, ലോ പ്രകാരം നിയമപ്രകാരം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് കമ്പനി. അതുകൊണ്ട് തന്നെ കമ്പനിയിലെ മെമ്മറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഓതറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിയെയും ഒരു ഷെയർ ഹോൾഡറായിട്ട് കണക്കാക്കാം. സോ ഒരു കമ്പനിക്ക് മറ്റൊരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ ആവാനായിട്ട് സാധിക്കും. ഇതിനടുത്തത് ഫോറിനേഴ്സ് ആണ്. ഫോറിനേഴ്സ് എന്ന് പറയുന്നത് ഔട്ട്സൈഡർ പേഴ്സൺസ് ആണ് അല്ലേ, നമ്മുടെ രാജ്യത്തിന് പുറത്ത് താമസിക്കുന്നവരാണ്. അവർക്കും കമ്പനിയിലെ മെമ്പേഴ്സ് ആവാൻ സാധിക്കും. അതായത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയിൽ ഒരു ഫോറിനർക്ക് വേണമെങ്കിൽ ഷെയർ ഹോൾഡർ ആവാൻ അല്ലെങ്കിൽ മെമ്പർ ആവാനായിട്ട് സാധിക്കും. ദെൻ അടുത്തത് പാർട്ട്ണർഷിപ്പ് ഫേമാണ്. ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിന് കമ്പനിയുടെ ഷെയർസ് പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പേരിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഫോർ എക്സാമ്പിൾ AB ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ഫേം, അവർക്ക് മറ്റൊരു കമ്പനിയുടെ ഷെയർ AB ലിമിറ്റഡ് എന്ന പേരിൽ വാങ്ങാനായിട്ട് സാധിക്കില്ല. ഇനി പാർട്ട്ണർഷിപ്പ് ഫേമിൽ 2-3 മെമ്പേഴ്സൊക്കെ ഉണ്ടായിരിക്കും അല്ലേ, അപ്പോൾ ആ മെമ്പേഴ്സിന് വേണമെങ്കിൽ അവരുടെ പേരിൽ ഷെയർസ് വാങ്ങാം, അല്ലാതെ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ പേരിൽ ഷെയർസ് വാങ്ങാനായിട്ട് സാധിക്കില്ല. ദെൻ അടുത്തത് ട്രേഡ് യൂണിയൻ. എല്ലാ ട്രേഡ് യൂണിയൻസിനും കമ്പനിയിൽ ഷെയർ വാങ്ങാനുള്ള അധികാരമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ചെറിയൊരു ടേമും കൂടിയുണ്ട്, ടെർമിനേഷൻ ഓഫ് മെമ്പർഷിപ്പ്. ഏത് കേസിലാണ് കമ്പനി ഒരു മെമ്പറെ ടെർമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. എ പേഴ്സൺ സീസസ് ടു ബി എ മെമ്പർ ഓഫ് ദ കമ്പനി ബൈ ട്രാൻസ്ഫർ, ഫോർഫീച്ചർ, സറണ്ടർ ഓഫ് ഷെയർസ്, ബൈ ഡെത്ത് ഓർ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി ആൻഡ് അതർവൈസ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് ദി കമ്പനീസ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഒന്നുകിൽ കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞ പ്രകാരം ഒരു വ്യക്തി, ഒരു ഷെയർ ഹോൾഡർ മരിച്ചു പോവുകയും അതും അല്ലെങ്കിൽ കമ്പനി അവസാനിപ്പിക്കുകയും ഇനി ഷെയർ ഹോൾഡറായിട്ട് ഷെയറിന് സറണ്ടർ ചെയ്യുകയോ അതും അല്ലെങ്കിൽ അയാൾ ഷെയറിന് ട്രാൻസ്ഫർ ചെയ്യുകയോ അതും അല്ലെങ്കിൽ കമ്പനി ഇടപെട്ടിട്ട് ഫോർഫീച്ചർ നടത്തുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഷെയർസ് ശരിക്കും ഷെയർ ഹോൾഡർ അടുത്തുനിന്ന് പോവുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് കമ്പനിയിലെ മെമ്പർഷിപ്പിനെ ടെർമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഷെയർ ഹോൾഡർക്ക് പിന്നെ ആ ഒരു കമ്പനിയിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ട്രാൻസ്ഫറിൻ്റെ കേസിൽ, ഫോർഫീച്ചറിൻ്റെ കേസിൽ, ദെൻ ട്രാൻസ്മിഷൻ്റെ കേസിൽ, ദെൻ വൈൻഡിങ് അപ്പിൻ്റെ കേസിൽ, ഫോർഫീച്ചറിൻ്റെ കേസിലൊക്കെയാണ് ഇത്തരത്തിൽ മെമ്പർഷിപ്പ് ഒരു ഷെയർ ഹോൾഡർക്ക് നഷ്ടപ്പെടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. ഒന്ന് ലീൻ എന്താണെന്ന് പറഞ്ഞു, പിന്നെ നമ്മൾ പറഞ്ഞത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കേസാണ് അല്ലേ, ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് മെമ്പേഴ്സ്, അതിൽ ആർക്കൊക്കെയാണ് മെമ്പേഴ്സ് ആവാൻ പറ്റുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എങ്ങനെയാണ് കമ്പനിയിലെ മെമ്പർഷിപ്പ് വാങ്ങുക എന്ന് പറഞ്ഞു. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ ഏതെങ്കിലും ടേം മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കുക. ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് ഷോർട്ട് നോട്ട് എഴുതുക കേട്ടോ. ഓക്കെ, താങ്ക് യു.